എല്ലാവർക്കും നന്നൂസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ സ്പഗറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഈ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 300 ഗ്രാം അളവിൽ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷമാണ് ഇവിടെ മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് തന്നെ നമുക്കിനി 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിത് മാറ്റി വെക്കാം. ഇനി അടുത്ത സോസ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് അളവിൽ ടൊമാറ്റോ സോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം 1/4 ടീസ്പൂൺ അളവിൽ സോയാ സോസ്, ഇത് മൂന്നും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എന്താണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പഗറ്റി വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ച് അതിലേക്ക് ഒരു 3/4% വെള്ളം വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഈ വെള്ളത്തിലേക്ക് തന്നെ ഞാൻ ഒരല്പം ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരല്പം സൺഫ്ലവർ ഓയിലും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ചിട്ട് അടച്ച് വേവിക്കണം. നമ്മളിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് സ്പഗറ്റി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ദാണ്ട് ഇതുപോലൊരു കവറിൽ സ്പഗറ്റി എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് മുഴുവൻ ഞാൻ എടുക്കുന്നില്ല, കുറച്ച് മാത്രമേ ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്നുള്ളൂ. ഏകദേശം 300 ഗ്രാം അളവിലാണ് ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്നത്. എല്ലാ ഷോപ്പുകളിലും സ്പഗറ്റി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പം വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സ്പഗറ്റി വെക്കുന്നത് ഇത് ഒഴിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ മൂടി തുറന്നതിന് ശേഷം നമുക്കിത് ഡയറക്റ്റ് നേരെയായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. ഇതാണ്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ സ്പഗറ്റി വെച്ച് കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് സ്പഗറ്റി വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഈ ചൂട് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സോഫ്റ്റായിട്ട് താഴോട്ടായി വരും. ദാണ്ട് ഇതുപോലെ ഞാൻ ആക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മളിത് ഒടിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് വേവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. സ്പഗറ്റി വെന്ത് വരാനായിട്ട് ഒരുപാട് സമയം എടുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് ഇത് വെന്ത് വരും. അതുകൊണ്ട് ഇതൊന്ന് വെന്ത് വരുന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്പഗറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിപ്പയിലേക്ക് മാറ്റി ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റിയെടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അതായത് ബാക്കി മസാലയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേന് ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ റെസിപ്പി ചൈനീസ് ഇറ്റാലിയൻ റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ഒരു കാരണവശാലും വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇത് ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചിക്കൻ മസാല പുരട്ടി മാറ്റി വെച്ചിരുന്നില്ലേ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ തേനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇതിലേക്ക് തേൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു പരുവത്തിലാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, 3 ടേബിൾ സ്പൂൺ ക്യാബേജ് നീളത്തിലരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്. ഇത്രയുമാണ് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് അങ്ങ് വെന്ത് പോകരുത്. ഇതിലേക്കൊരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്കിത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാൻ നേരത്തെ വെജിറ്റബിൾസ് ഫ്രൈ ചെയ്ത അതേ പാൻ തന്നെയാണ് എടുക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന സ്പഗറ്റി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് സ്പഗറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയും അതുപോലെ തന്നെ ഈ വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് ഒരു മീഡിയം ഹൈ ഫ്ലെയിം വേണം നമ്മൾ ഫ്ലെയിം വെക്കാൻ. നല്ലതുപോലെ മിക്സ് ചെയ്ത് ചെറിയ രീതിയിൽ ഇതൊന്ന് ഫ്രൈ ആവുന്ന പോലെ തോന്നും. ആ ഒരു രീതിയിലാവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഈ വെളുത്തുള്ളിയുടെയൊക്കെ മണമൊക്കെ നന്നായിട്ട് ഈ സ്പഗറ്റിയിലേക്ക് പിടിച്ചു വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യേണ്ടത്. 2 മിനിറ്റ് നേരമെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾ എടുക്കുന്ന സ്പഗറ്റിയുടെ അളവ് അനുസരിച്ചിട്ട് സോസിൻ്റെ അളവ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് റൗണ്ട് രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ സ്പഗറ്റി ഒട്ടും ഒടിയാതെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലാവും. അതുപോലെ തന്നെ നമ്മുടെ സോസ് ഈ സ്പഗറ്റിയിലെല്ലാം നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിൻ്റെ ചിക്കൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഹൈ ഫ്ലെയിം വെച്ചതിന് ശേഷം വേണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ നമ്മുടെ സ്പഗറ്റി റെസിപ്പി തയ്യാറായി. തീർച്ചയായും ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെയധികം ഇഷ്ടമുള്ള ഒരു ഐറ്റം കൂടിയാണ്. നിങ്ങൾ ഇതുവരെ ഇത് തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ആൻഡ് താങ്ക് യു.